ഹായ് ഓൾ, വെൽക്കം ടു നീറ്റ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സസ് ആയിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു റിവിഷൻ ക്ലാസ് ആണ്. അതായത് ഒറ്റ വീഡിയോയിലൂടെ ഈ ചാപ്റ്ററിലെ മുഴുവൻ പോയിന്റ്സും നമ്മൾ റിവൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പാർട്സ് ഓഫ് ഫ്ലവർ. ഇതിൽ ഈ ചാപ്റ്ററിൽ ആവശ്യമായ ഫ്ലവറിൻ്റെ കുറച്ച് പാർട്സ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ +1 ഇത് പഠിച്ചതാണ്. ആദ്യം തന്നെ ഫ്ലവറിൻ്റെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഇതളുകൾ, അതിനെയാണ് പെറ്റൽ എന്ന് വിളിക്കുന്നത്. പെറ്റലിൻ്റെ ഗ്രൂപ്പിനെയാണ് കൊറോള എന്ന് പറയുന്നത്. അടുത്തത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ സ്റ്റേമൻ. സ്റ്റേമന് ആന്തറും ഉണ്ട്, അതുപോലെ ഫിലമെൻറ്റും ഉണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് കാർപ്പൽ. കാർപ്പലിന് സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, അതുപോലെ ഓവറി ഉണ്ട്. ഓവറിയുടെ ഉള്ളിലായിട്ട് ഒവ്യൂള് കാണപ്പെടുന്നു. ഇനി ഫ്ലവറിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ കാണാൻ പറ്റും. അതിനെയാണ് സെപ്പൽ എന്ന് വിളിക്കുന്നത്. ഇനി സെപ്പലിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ കാലിക്സ് എന്ന് വിളിക്കുന്നു. ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ പേരാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിനെ നമുക്ക് സ്റ്റേമൻ എന്നും വിളിക്കാം. ആൻഡ്രീഷ്യം ഓർ സ്റ്റേമൻ ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ ഓർ കാർപ്പൽ. ആദ്യം തന്നെ ആൻഡ്രീഷ്യത്തെ പറ്റി പഠിക്കാം. ആൻഡ്രീഷ്യത്തിന് 2 പാർട്സ് ഉണ്ട്, ആന്തറും ഫിലമെൻറ്റും. ആന്തറിനുള്ളിലാണ് പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആന്തറിന് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് ഫിലമെൻറ്റ്. ഈ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു സ്ട്രക്ചറാണ്. ഈ ഫിലമെൻറ്റിൻ്റെ ഒരെൻഡിൽ ആന്തറും മറ്റേ എൻഡ് ഫ്ലവറിൻ്റെ തലാമസിൽ അല്ലെങ്കിൽ പെറ്റൽസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ ഫിലമെൻറ്റ് ആന്തറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഉള്ളത്. ആന്തറിനുള്ളിലാണ് പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ആന്തർ എന്ന് പറഞ്ഞാൽ ബൈലോബ്ഡ് ആയിരിക്കും. ഈ പിക്ചറിൽ തന്നെ വ്യക്തമാണ്, ഒരു ആന്തർ 2 ലോബായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് ബൈലോബ്ഡ് ആണ്. ഇനി ഈ ആന്തറിൻ്റെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നിയർലി സർക്കുലർ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷനാണ് കിട്ടുന്നത്. ഒരു ആന്തറിനെ ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ആയിട്ട് മുറിച്ചു, എന്നിട്ട് അതിൻ്റെ സെക്ഷൻ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഒരു നിയർലി സർക്കുലർ സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ആന്തർ ബൈലോബ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ലോബ് കാണാൻ പറ്റും. ഇനി ഈ ഓരോ ലോബിലും 2 തീക്ക വീതം കാണപ്പെടുന്നു. ഓരോ ലോബിലും 2 തീക്ക കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആൻജിയോസ്പേമിൻ്റെ ആന്തർ ബൈലോബ്ഡ് ആണ്, അതുപോലെ തന്നെ ഡൈത്തീക്കസും ആണ്. 2 തീക്കയുള്ളത് കൊണ്ടാണ് ഡൈത്തീക്കസ് എന്ന് വിളിക്കുന്നത്. 2 ലോബ് ഉള്ളത് കൊണ്ടാണ് ബൈലോബ്ഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ആന്തറിനുള്ളിലുള്ള ഒരു സ്ട്രക്ചറാണ് മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ആന്തറിനുള്ളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ ഈ മൈക്രോസ്പൊറാഞ്ചിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ലെയേഴ്സ് ഉണ്ട്, കുറച്ച് പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. അതിൽ ആദ്യത്തെ ലെയറാണ് എപ്പിഡെർമിസ്, രണ്ടാമത്തതാണ് എൻഡോത്തീസിയം, മൂന്നാമത്തത് 1-2 ലെയേഴ്സ് ഉണ്ട്, അതിനെയാണ് മിഡിൽ ലെയേഴ്സ് എന്ന് വിളിക്കുന്നത്. നാലാമത്തെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ് ടപ്പീറ്റ്. അതായത് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ കവറിങ്സ് ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്, ടപ്പീറ്റ്. ഇനി ആദ്യത്തെ 3 ലെയേഴ്സ്, അതായത് എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്, ഇതിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ആണ്. പ്രൊട്ടക്ഷനാണ് ആദ്യത്തെ 3 വോൾസിൻ്റെ ഫങ്ഷൻ. ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ നറിഷ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആണ് ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് മൈക്രോസ്പോർസ് ഉണ്ടാവുന്നത്. ഇതിനുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് ടപ്പീറ്റമാണ്. അതായത് ടപ്പീറ്റത്തിൽ ഒരുപാട് റിസർവ് ഫുഡുണ്ട്. ഈ റിസർവ് ഫുഡാണ് മൈക്രോസ്പോർസിനുള്ള ന്യൂട്രീഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷനും ന്യൂട്രീഷനാണ്. ബാക്കി 3 ലെയേഴ്സ് പ്രൊട്ടക്ഷനാണ്. ഇനി ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഏറ്റവും അകത്തായിട്ട് നമുക്ക് ഒരു കൂട്ടം ടിഷ്യൂവിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കൂട്ടം സെൽസിനെ കാണാൻ പറ്റും. അതിനെയാണ് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. സ്പോറോജീനസ് ടിഷ്യൂ. സ്പോറോജീനസ് ടിഷ്യൂ ആണ് ഏറ്റവും ഉള്ളിലായിട്ടിരിക്കുന്നത്.
സ്പോറോജീനസ് ടിഷ്യൂ. ഈ സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നാണ് മൈക്രോസ്പൊറാഞ്ചിയം മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചർ തന്നെ കുറച്ച് എൻലാർജ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇവിടെ. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്, അത് ഒന്നിലധികം ലെയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ആ മിഡിൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റത്തത് ടപ്പീറ്റ. അടുത്തതാണ് മൈക്രോസ്പോറോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, അതായത് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ്. മൈക്രോസ്പോർസിൻ്റെ ഫോർമേഷനെയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ഇനി മൈക്രോസ്പോർസ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ നടുക്ക് സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് സ്പോർസിനെ ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ടിഷ്യൂ. സ്പോറോ അപ്പോൾ സ്പോർസിനെ, ജീനസ് മീൻസ് ജനറേഷൻ, അപ്പോൾ സ്പോർസിനെ ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ടിഷ്യൂ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ നടുക്കായിട്ടിരിക്കുന്ന സ്പോറോജീനസ് ടിഷ്യൂ. ഈ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സെൽസ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അതായത് അതിൽ ഒത്തിരി സെൽസ് ഉണ്ടായിരിക്കും, ഒരുപാട് സെൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലിനും ഒരു മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാക്കാൻ കഴിവുണ്ട്. അതായത് മൈക്രോസ്പോറോജെനസിസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഒരു സെല്ല്, ഈ സെല്ല് ഡിപ്ലോയിഡ് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഈ സെല്ല് എന്ത് ചെയ്യും? മിയോസിസ് നടത്തും. മിയോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിഡക്ഷൻ ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ മിയോസിസിൻ്റെ റിസൾട്ടായിട്ടുണ്ടാവുന്നവർ എന്തായാലും ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും ഉള്ളത്. അങ്ങനെ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഒരു സെല്ല് മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ ടെട്രാഡിനെ ഉണ്ടാക്കുന്നു. മൈക്രോസ്പോർ ടെട്രാഡാണ് ഇവിടെ ഉണ്ടാകുന്നത്. ടെട്രാഡ് എന്ന് പറഞ്ഞാൽ 4 എണ്ണം. അതായത് ഒരു സ്പോറോജീനസ് ടിഷ്യൂവിലെ ഒരു സെല്ലിൽ നിന്ന് 4 മൈക്രോസ്പോറാണ് ഉണ്ടായേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്പോറോജീനസ് ടിഷ്യൂവിലെ സെല്ല് ഡിപ്ലോയിഡ് ആണ്, മിയോസിസ് വഴിയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോസ്പോർ ടെട്രാഡുകളെല്ലാം തന്നെ ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഈ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലിനും ഇതുപോലെ 4 മൈക്രോസ്പോറിനെ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓരോ സ്പോറോജീനസ് ടിഷ്യൂവിലെ സെല്ലും ഒരു മൈക്രോസ്പോർ ടെട്രാഡിനെ ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയാണ് മൈക്രോസ്പോറോജെനസിസ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായിട്ടുണ്ട്. ഇവർ 4 പേരും കൂടെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇനി ആന്തർ മെച്യൂർ ആവുന്നതിനനുസരിച്ച്, ആന്തറിനുള്ളിലാണല്ലോ മൈക്രോസ്പോറോജെനസിസ് നടക്കുന്നത്. ആന്തർ മെച്യൂർ ആവുന്നതിനനുസരിച്ച് ഈ മൈക്രോസ്പോർ ടെട്രാഡിൽ എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതായത് വെള്ളം കുറച്ച് നഷ്ടപ്പെടും. അതോടൊപ്പം മൈക്രോസ്പോർ ടെട്രാഡ് ഡിസോസിയേറ്റ് ചെയ്യും. ഇപ്പം 4 എണ്ണം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇനി ഇവർ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ മൈക്രോസ്പോർസ് ആയിട്ട് മാറും. അതായത് 4 എണ്ണം സെപ്പറേറ്റഡ് ആയിട്ട് മാറും. ഒരുമിച്ചിരുന്ന മൈക്രോസ്പോർ ടെട്രാഡ് 4 മൈക്രോസ്പോർസ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് മാറും. ഇങ്ങനെ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് തന്നെ ഒരുപാട് മൈക്രോസ്പോർസ് ഉണ്ടായിരിക്കും. ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് തന്നെ. ഈ മൈക്രോസ്പോറിനെയാണ് നമ്മൾ ഇനി മുതൽ പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ അതിനെ പോളൻ മദർ സെൽ എന്നും വിളിക്കാം. കാരണം മൈക്രോസ്പോറിനെ ഇനി മുതൽ നമ്മൾ പോളൻ ഗ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ, അതിൽ മിയോസിസ് നടന്നിട്ട് മൈക്രോസ്പോർസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനസിസ്. അതായത് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽസ് ത്രൂ മിയോസിസ്, ദാറ്റ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജെനസിസ്. അപ്പോൾ ഇങ്ങനെ മൈക്രോസ്പോർസ് ഫോം ചെയ്തു, അതായത് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്തു. അപ്പോൾ ഒരു ആന്തറിൽ തന്നെ 4 മൈക്രോസ്പൊറാഞ്ചിയാണ് ഉള്ളത്. ഓരോ മൈക്രോസ്പൊറാഞ്ചിയിലും ഒരുപാട് പോളൻ ഗ്രെയിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആന്തറിൽ തന്നെ ഒരുപാട് പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഇനി ആന്തർ മെച്യൂർ ആകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ജലാംശം വളരെ നഷ്ടപ്പെടും. ഒരുപാട് ജലാംശം കുറയും അതിനകത്ത്. അങ്ങനെ ജലാംശം നഷ്ടപ്പെട്ട്
അവസാനം ആന്തർ ഡെഹിസെൻസ് നടക്കും, അതായത് ആന്തർ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആദ്യത്തെ 3 ലെയേഴ്സാണ്, എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്. ഈ ലെയേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അതിനെയാണ് ആന്തർ ഡെഹിസെൻസ് എന്ന് പറയുന്നത്. ആ ടൈമിലാണ് അതിനകത്തിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് റിലീസ് ആവുന്നത്. ഇനി ഒരു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ട്രക്ചറാണ്, വളരെ മൈന്യൂട്ട് സ്ട്രക്ചറാണ്. ഏകദേശം 25 to 50 മൈക്രോമീറ്റർ ആണ്, അല്ലെങ്കിൽ മൈക്രോൺസ് ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. പോളൻ ഗ്രെയിൻസിൻ്റെ അത്രയ്ക്ക് ചെറിയ സ്ട്രക്ചേഴ്സാണ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിന് ഒരു ഔട്ടർ വോളും ഉണ്ട്, ഇന്നർ വോളും ഉണ്ട്. ഔട്ടർ വോളിനെയാണ് എക്സൈൻ എന്ന് വിളിക്കുന്നത്. എക്സൈൻ എന്ന് പറയുന്ന ഔട്ടർ വോള് സ്പോറോപോളൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്പോറോപോളൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ വോള് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കട്ടിയേറിയ ഒരു ലെയറാണ്. ഇതുവരെ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു ആസിഡിനും ഒരു ആൽക്കലിക്കും അതുപോലെ തന്നെ ഒരു എൻസൈമിനും ഈ സ്പോറോപോളനെ നശിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ വോളായ എക്സൈൻ അത്രയും ടഫസ്റ്റ് ആൻഡ് ഹാർഡസ്റ്റ് സ്ട്രക്ചറാണ്. അതങ്ങനെ നശിച്ചു പോയില്ല. അപ്പം തന്നെ നമുക്കറിയാം അതാണ് പോളൻ ഗ്രെയിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ അടുത്ത ഒരു വോളുണ്ട്, ഇന്നർ വോളുണ്ട്, അതാണ് ഇൻറ്റൈൻ എന്ന് പറയുന്നത്. ഈ ഇൻറ്റൈൻ എന്ന് പറയുന്ന വോള് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് ഇന്നർ വോളായ ഇൻറ്റൈൻ നിർമ്മിച്ചിട്ടുള്ളത്. ഔട്ടർ വോളാണ് എക്സൈൻ, ഇന്നർ വോളാണ് ഇൻറ്റൈൻ. ഇനി ഈ പോളൻ ഗ്രെയിനുള്ളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ജേം പോർ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും. അതായത് ഇത് ചെറിയൊരു സ്ഥലമാണ്, ചെറിയൊരു ഹോള് പോലത്തെ സ്ഥലമാണ്. ഈ പ്ലേസിൽ എക്സൈൻ ആബ്സെൻ്റ് ആയിരിക്കും. അതായത് ഇതൊരു പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അതിന് ഇൻറ്റൈൻ കവറിങ് ഉണ്ട്, അതിൻ്റെ മുകളിലൂടെയാണ് എക്സൈൻ കവറിങ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ പോർഷനിൽ എക്സൈൻ ആബ്സെൻ്റ് ആണ്, എക്സൈൻ ഇല്ല. ആ ഒരു പോർഷനെയാണ് ജേം പോർ എന്ന് വിളിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു എക്സൈൻ സ്പോറോപോളൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്പോറോപോളനെ നശിപ്പിക്കാൻ മാത്രം കഴിവുള്ള ഒന്നിനെയും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിലുള്ള മെയിൽ ഗമീറ്റ് പുറത്തു വരാൻ ഒരു വഴി വേണം. ആ ഒരു വഴിയാണ് ഈ ജേം പോറിൻ്റെ അവിടെ. അതുകൊണ്ടാണ് ജേം പോറിൻ്റെ അവിടെ സ്പോറോപോളനിൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ എക്സൈൻ ഇല്ലാത്തത്. പോളൻ ഗ്രെയിനിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഇതിൽ 2 സെൽസിനെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഒരു വെജിറ്റേറ്റീവ് സെല്ലാണ്, അടുത്തത് ഒരു ജനറേറ്റീവ് സെല്ലാണ്. വെജിറ്റേറ്റീവ് സെല്ലാണ് ഇതിനകത്ത് കാണപ്പെടുന്ന ലാർജ് സെല്ല്. അതായത് ഒരു പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ 2 സെല്ലിനെ കാണാൻ പറ്റും. ഒന്നാണ് വെജിറ്റേറ്റീവ് സെല്ല്, രണ്ടാമത്തതാണ് ജനറേറ്റീവ് സെല്ല്. വെജിറ്റേറ്റീവ് സെല്ലെന്ന് പറയുന്നതാണ് ലാർജ് സെല്ല്, വലിയൊരു സെല്ലാണ്. അതുപോലെ അതിൻ്റെ ന്യൂക്ലിയസ് ഇറഗുലർ ആണ്, കറക്റ്റായിട്ട് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നുമില്ല. ഇറഗുലർ ന്യൂക്ലിയസും ലാർജ് സെല്ലുമാണ്, ഒരുപാട് സൈറ്റോപ്ലാസം ഉണ്ട്. ഇനി ജനറേറ്റീവ് സെല്ലെന്ന് പറഞ്ഞാൽ സ്മോൾ സെല്ലാണ്, അതിനൊരു ചെറിയൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ജനറേറ്റീവ് സെല്ലിൽ നിന്നാണ് മെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് പോളൻ ഗ്രെയിൻ ഈ 2 സെൽഡ് സ്റ്റേജിലാണ് ഷെഡ് ചെയ്യുന്നത്. അതായത് ആന്തർ ഡെഹിസെൻസ് നടന്ന് പോളൻ റിലീസ് നടക്കുന്ന സമയത്ത് സാധാരണ പോളൻ ഗ്രെയിനിനുള്ളിൽ ഇങ്ങനെ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും അങ്ങനെയായിരിക്കും ഷെഡ് ചെയ്യുന്നത്. 60% ആൻജിയോസ്പേംസിലും ഇങ്ങനെയാണ് പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ. എന്നാൽ മറ്റ് ചില പ്ലാന്റ്സിൽ ഈ പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ 3 സെൽസ് ഉണ്ടായിരിക്കും. അതായത് ഒരു വെജിറ്റേറ്റീവ് സെല്ല്, പിന്നെ 2 മെയിൽ ഗമീറ്റ്സ്. അതായത് ജനറേറ്റീവ് സെല്ല് 2 സെല്ലായിട്ട് മാറും, ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗമീറ്റ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇതിൽ 3 സെല്ല്. അങ്ങനെ ചില പ്ലാന്റ്സിൽ മാത്രം 3 സെൽഡ് സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻ റിലീസ് ആവുന്നത്. ബാക്കി 60% ആൻജിയോസ്പേംസിലും 2 സെൽഡ് സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻസ് റിലീസ് ആവുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇതിനെ പിസ്റ്റിൽ, അതുപോലെ കാർപ്പൽ എന്നൊക്കെ പറയാം. കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ, ഇതെല്ലാം ഗൈനീഷ്യത്തിൻ്റെ മറ്റ് പേരുകളാണ്. ആൻഡ്രീഷ്യത്തിന് 2 പാർട്ട് ഉണ്ടായിരുന്നു, ആന്തറും
ഫിലമെൻറ്റും. അതുപോലെ ഗൈനീഷ്യത്തിന് 3 പാർട്ടാണുള്ളത്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ആ ഒരു പാർട്ടാണ്. അവിടേക്കാണ് പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുന്നത്. അതാണ് സ്റ്റിഗ്മ. ഇനി സ്റ്റിഗ്മയും ഓവറിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു തിൻ ആൻഡ് ലോങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പിസ്റ്റിലിൻ്റെ അവസാന ഭാഗത്ത് ഒരു ബൾജ്ഡ് ആയിട്ടുള്ള പോർഷനാണ് ഓവറി. ഈ 3 പാർട്സ് ചേരുമ്പോഴാണ് ഗൈനീഷ്യം അല്ലെങ്കിൽ കാർപ്പൽ ഫോം ചെയ്യുന്നത്. ഇനി ചില പ്ലാന്റ്സിൽ, ചില ഫ്ലവേഴ്സിൽ ഒറ്റൊരു പിസ്റ്റിലായിരിക്കില്ല ഉള്ളത്. ഒരുപാട് ഒന്നിലധികം പിസ്റ്റിൽസ് കാണപ്പെടും. അതിനെയാണ് മൾട്ടി കാർപ്പല്ലറി ഫ്ലവർ എന്ന് പറയുന്നത്. മൾട്ടി കാർപ്പല്ലറി ഫ്ലവർ എന്ന് പറയും. ഇനി ഒറ്റൊരു പിസ്റ്റിലേ ഉള്ളൂ ഒരു ഫ്ലവറിൽ, അങ്ങനെയാണെങ്കിൽ അതിനെ മോണോ കാർപ്പല്ലറി ഫ്ലവർ എന്ന് പറയുന്നു. മൾട്ടി കാർപ്പല്ലറി ഫ്ലവറിൽ തന്നെ 2 ടൈപ്പായിട്ട് കാണാം. അതായത് ഒന്നിലധികം കാർപ്പൽസ് ഉണ്ട്, അവരെല്ലാവരും ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒന്നൊന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് അപ്പോ കാർപ്പസ് എന്ന് പറയാം. അപ്പോ കാർപ്പസ്. ഇനി അങ്ങനല്ല, ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട്, അതായത് എല്ലാ കാർപ്പൽസും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരുമിച്ചാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമുക്ക് സിൻകാർപ്പസ് എന്ന് പറയാം. ഇനി ഓവറിയുടെ ഉള്ളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ഒവ്യൂൾസ്. ഇവിടെ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇനി ഓവറിയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ ചെറിയ സ്ട്രക്ചറാണ് ഒവ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഓവറിയിൽ നിന്ന് ഒവ്യൂൾസിനെ ഓവറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റോക്കിനെയാണ് പ്ലാസെൻ്റ എന്ന് പറയുന്നത്. പ്ലാസെൻ്റ. ഈ പ്ലാസെൻ്റയിൽ നിന്നാണ് ഒവ്യൂൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു ഓവറിയിൽ തന്നെ ഒറ്റ ഒവ്യൂളെ കാണുന്നു. ചില പ്ലാന്റ്സിൽ ഒറ്റ ഒവ്യൂളെ കാണുകയുള്ളൂ. എന്നാൽ മറ്റ് ചില പ്ലാന്റ്സിൽ ഒരു ഓവറിയിൽ തന്നെ ഒരുപാട് ഒവ്യൂൾസ് കാണാൻ പറ്റും. ഒരു ഓവറിയിൽ ഒരു ഒവ്യൂള് മാത്രം കാണപ്പെടുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് വീറ്റ്, പാഡി, മാംഗോ. ഒരു ഒവ്യൂളിൽ ഒരുപാട് ഒവ്യൂൾ ഉണ്ടെങ്കിൽ അത്തരം പ്ലാന്റ്സിന് എക്സാമ്പിളാണ് പപ്പായ, വാട്ടർമെലൺ, ഓർക്കിഡ് ഒക്കെ. ഇനി പോളൻ ഗ്രെയിൻ പഠിച്ചപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട്. അതായത് പോളൻ ഗ്രെയിൻസ് വയബിലിറ്റി ഉണ്ട്. അതായത് പോളൻ ഗ്രെയിൻസിന് ഒരു എക്സ്പിരി ഡേറ്റ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ മാത്രമായിരിക്കും അത് വയബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം അത് നശിച്ചു പോകും. അപ്പോൾ അത് പല പ്ലാന്റ്സിന് പലതായിരിക്കും വയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ചില പ്ലാന്റ്സിന് ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ വയബിലിറ്റി നഷ്ടപ്പെടും. ചില പ്ലാന്റ്സിന് വർഷങ്ങളോളം വയബിലിറ്റി അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യും. ഇനി പോളൻ ഗ്രെയിൻസിനെ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലിക്വിഡ് നൈട്രജനിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. ലിക്വിഡ് നൈട്രജൻ. ഈ ലിക്വിഡ് നൈട്രജനിൽ -196°C പോളൻ ഗ്രെയിൻസിനെ പ്രിസർവ് ചെയ്യുന്നത്. അതായത് പോളൻ ബാങ്ക്സിലൊക്കെ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്ക്സ് ഒക്കെ ഉണ്ട്, അതിൽ ഈ ലിക്വിഡ് നൈട്രജനിൽ -196°C പോളൻസിനെ പ്രിസർവ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പോളൻ ഗ്രെയിൻസിനകത്ത് ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഫംഗ്ഷൻ ന്യൂട്രീഷനാണ്. ജനറേറ്റീവ് സെല്ലിനുള്ള ന്യൂട്രീഷനാണ് വെജിറ്റേറ്റീവ് സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് ന്യൂട്രീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹ്യൂമൻസ് ഈ പോളൻ ഗ്രെയിൻസിനെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കാറുണ്ട്. സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്, കാരണം അതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ട്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു പോളൻ ഗ്രെയിൻസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. 25 to 50 മൈക്രോൺസ് ആണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. അത്രയ്ക്ക് ചെറുതായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കൊക്കെ കയറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പലർക്കും ഈ പോളൻ അലർജിയൊക്കെ കണ്ടുവരുന്നത്. അതുപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിസീസസ് ഈ പോളൻ ഗ്രെയിൻസ് കോസ് ചെയ്യുന്നുണ്ട്. ബ്രോങ്കൈറ്റിസ്, ആസ്മ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിസീസ് പോളൻ ഗ്രെയിൻസ് കാരണം ഉണ്ടാവുന്നുണ്ട്. അടുത്തതാണ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾ. അത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഓവറി ഒന്ന് നോക്കാം. ഓവറി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതൊരു ഓവറിയാണ്. ഈ ഓവറിയുടെ ഉള്ളിലുള്ള ആ ക്യാവിറ്റിയാണ് ഒവേറിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ലോക്യൂൾ എന്ന് വിളിക്കുന്നത്. ഒവേറിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ലോക്യൂൾ എന്ന് വിളിക്കുന്നത് ഓവറിയുടെ അകത്തുള്ള ആ ക്യാവിറ്റിയാണ്.
ഇനി ഈ ക്യാവിറ്റിയുടെ ഉള്ളിൽ ഒരു സ്റ്റോക്ക് ഉണ്ട്. ഇതിനെ നമുക്ക് പ്ലാസെൻ്റ എന്ന് വിളിക്കാം. ഇതിനെയാണ് പ്ലാസെൻ്റ എന്ന് വിളിക്കുന്നത്. ഈ പ്ലാസെൻ്റയിൽ നിന്നാണ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾസ് ഫോം ചെയ്യുന്നത്. മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾസ് ഫോം ചെയ്യുന്നത് പ്ലാസെൻ്റയിൽ നിന്നാണ്. ഒവ്യൂൾസിൻ്റെ മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം. നമ്മൾ നേരത്തെ മൈക്രോസ്പൊറാഞ്ചിയം പറഞ്ഞിരുന്നു, അതുപോലെ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ മറ്റൊരു പേരാണ് ഒവ്യൂൾ. അടുത്തതാണ് ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ഒരു ഗൈനീഷ്യത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിഗ്മ, ഇത് സ്റ്റൈല്, താഴെ ഓവറി. ഈ ഓവറിക്കകത്ത് ഈ കാണിച്ചിരിക്കുന്നത് പ്ലാസെൻ്റയാണ്. ഈ പ്ലാസെൻ്റ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്, പ്ലാസെൻ്റ. ഇനി ഇതാണ് ഒവ്യൂള്. ആ ഒവ്യൂളിനെയാണ് ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒവ്യൂളിനെ പ്ലാസെൻ്റയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ പിക്ചറിലും കാണാം. ഇങ്ങനെ ഒവ്യൂളിനെ പ്ലാസെൻ്റയായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്ക്, അതാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. അതിനെ ഫ്യൂണിക്കിൾ എന്ന് വിളിക്കാം. ഫ്യൂണിക്കിൾ. ഒവ്യൂളിനെ പ്ലാസെൻ്റയുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഫ്യൂണിക്കിൾ. ഇനി ഈ ഫ്യൂണിക്കിളും ഒവ്യൂളിൻ്റെ ബോഡിയും തമ്മിൽ ചേരുന്ന ഒരു പോർഷൻ ഉണ്ട്. അതാണ് ഹൈലം. ഹൈലം ഹൈലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ബോഡി ഓഫ് ദ ഒവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിളും ഒവ്യൂളിൻ്റെ ബോഡിയും തമ്മിൽ ചേരുന്ന ഒരു ജംഗ്ഷനാണ് ഹൈലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒവ്യൂളിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും ഇന്നറിലായിട്ട് ഒരു റെഡ് കളറിൽ കാണാൻ പറ്റും. അതാണ് എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. റെഡ് കളറിൽ കാണുന്നതാണ് എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗമറ്റോഫൈറ്റ്. അതിനെ ചുറ്റി ഒരു ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഈ ന്യൂസെല്ലസ് ഫീമെയിൽ ഗമറ്റോഫൈറ്റിൻ്റെ ചുറ്റിനുമാണ് കാണപ്പെടുന്നത്. ന്യൂസെല്ലസിനെ കവർ ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. അതിനെയാണ് ഇൻറ്റഗുമെൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ രണ്ട് ലെയേഴ്സ് മജന്ത കളറിലും ഗ്രീൻ കളറിലും കാണിച്ചിരിക്കുന്നത് ഇൻറ്റഗുമെൻസ് ആണ്. ഇൻറ്റഗുമെൻസ്, അതായത് ഔട്ടർ ഇൻറ്റഗുമെൻറ്റും ഉണ്ട്, ഇന്നർ ഇൻറ്റഗുമെൻറ്റും ഉണ്ട്. ന്യൂസെല്ലസിനെ കവർ ചെയ്തിട്ട് കാണപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ആണ് ഇൻറ്റഗുമെൻസ്. ഔട്ടർ ഇൻറ്റഗുമെൻറ്റും ഉണ്ട്, ഇന്നർ ഇൻറ്റഗുമെൻറ്റും ഉണ്ട്. ഇൻറ്റഗുമെൻറ്റിൻ്റെ ഉള്ളിലാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ കാണപ്പെടുന്നത്. അതിൻ്റെ അകത്താണ് എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗമറ്റോഫൈറ്റ് ഇരിക്കുന്നത്. ഒബ്വിയസ്ലി നമ്മൾ ഈ പിക്ചറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു പോർഷനിൽ ഇൻറ്റഗുമെൻസ് കവർ ചെയ്യുന്നില്ല. അതായത് ന്യൂസെല്ലസിൻ്റെ ഒരു പാർട്ടിൽ ഇൻറ്റഗുമെൻസ് ഇല്ല, ചെറിയൊരു പാർട്ടിൽ. ആ പാർട്ടിനെയാണ് മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. മൈക്രോപൈല്. ന്യൂസെല്ലസിൻ്റെ ഒരു ചെറിയ പോർഷനിൽ ഇൻറ്റഗുമെൻസ് അതിനെ കവർ ചെയ്യുന്നില്ല. ആ പോർഷനെയാണ് മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോപൈലുള്ള ഒവ്യൂളിൻ്റെ ഭാഗത്തിനെ മൈക്രോപൈലാർ എൻഡ് എന്ന് വിളിക്കുന്നു. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻഡിനെയാണ് ചലാസൽ എൻഡ് എന്ന് വിളിക്കുന്നത്. ചലാസൽ എൻഡ് അല്ലെങ്കിൽ ചലാസ എന്ന് വിളിക്കുന്നു. മൈക്രോപൈലാർ എൻഡിലുള്ള ന്യൂസെല്ലസിൻ്റെ ഒരു പാർട്ടിൽ ഇൻറ്റഗുമെൻസ് കവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. മൈക്രോപൈലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ചലാസ അല്ലെങ്കിൽ ചലാസൽ എൻഡ്. മെഗാസ്പോറോജെനസിസ്, അതായത് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ്. മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ആണ്. എങ്ങനെയാണ് മെഗാസ്പോർസ് ഫോം ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒവ്യൂളിന് ഒരു മൈക്രോപൈലാർ എൻഡും ഉണ്ട്, ചലാസൽ എൻഡും ഉണ്ട്. മൈക്രോപൈലാർ എൻഡിലിരിക്കുന്ന ന്യൂസെല്ലസിലെ ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ന്യൂസെല്ലസിലെ ഒരു സെല്ല്, അതായത് മൈക്രോപൈലാർ എൻഡിലിരിക്കുന്ന സെല്ലാണ്. മൈക്രോപൈലാർ എൻഡിലിരിക്കുന്ന ന്യൂസെല്ലസിലെ ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നു. മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഡിപ്ലോയിഡ് ആണ്. ഇനി ഈ മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് സംഭവിക്കുന്നു. മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ചിട്ട് 4 മെഗാസ്പോർസ് ഫോം ചെയ്യുന്നു. 4 മെഗാസ്പോർസ് ഫോം ചെയ്യുന്നു.
ഈ 4 മെഗാസ്പോർസും ഹാപ്ലോയിഡ് ആണ്, കാരണം മിയോസിസ് ആണ് സംഭവിക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ 4 മെഗാസ്പോർസിൽ 3 മെഗാസ്പോർസ് ഡീജനറേറ്റ് ചെയ്തു പോകും. അതായത് 3 നശിച്ചു പോകും. ഒരെണ്ണം മാത്രമായിരിക്കും ഫങ്ഷണൽ മെഗാസ്പോർ. ഒരു മെഗാസ്പോർ മാത്രമാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ബാക്കി 3 മെഗാസ്പോർ ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെഗാസ്പോറോജനസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ ത്രൂ മിയോസിസ്. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും മെഗാസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സാണ് മെഗാസ്പോറോജനസിസ്. ഇത് മിയോസിസിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ് എന്തുണ്ടാവാൻ പോകുന്നത്, ഒരു എംബ്രിയോ സാക്ക് ഫോം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്, അതായത് ഒറ്റ ഒരു ഫങ്ഷണൽ സ്പോറിൽ നിന്നാണ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. മോണോ എന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ് അർത്ഥം. ഇനി ഈ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ന്യൂസെല്ലസിൻ്റെ അകത്ത് എന്തുണ്ട്, ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ട്. ഈ ഫങ്ഷണൽ മെഗാസ്പോറിന് എന്താ, ഒരു ന്യൂക്ലിയസും ഉണ്ട്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണ് ഈ ഫങ്ഷണൽ മെഗാസ്പോറിനുള്ളത്. ഇനി ഫങ്ഷണൽ മെഗാസ്പോറിൽ മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നിട്ട് ഈ സെല്ലിൽ 2 ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. ഇവിടെ ന്യൂക്ലിയർ ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നില്ല. ഇവിടെ മൈറ്റോസിസ് ആണ് നടക്കുന്നത്, അതായത് ഇക്വേഷണൽ ഡിവിഷൻ. അതുകൊണ്ട് ഈ സെല്ല് ഹാപ്ലോയിഡ് ആയിരുന്നു. ഇതിനകത്തുണ്ടായ ന്യൂക്ലിയസും ഹാപ്ലോയിഡ് തന്നെയാണ്, കാരണം മൈറ്റോസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി ഈ 2 ന്യൂക്ലിയർ സ്റ്റേജിലിരിക്കുന്ന ഈ സെല്ലിൽ വീണ്ടും മൈറ്റോസിസ് നടന്നിട്ട് ആ സെല്ലിനകത്ത് 4 ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അതിനുശേഷം അതിൽ വീണ്ടും മൈറ്റോസിസ് നടക്കുന്നു, എന്നിട്ട് 8 ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. 8 ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. അതായത് ഇനി ഈ 8 ന്യൂക്ലിയസ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് വന്നു. അതിനുശേഷം ഇതിൽ 6 ന്യൂക്ലിയസിൻ്റെ ചുറ്റും സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നുണ്ട്. 8 ന്യൂക്ലിയസ് ആയിരുന്നു, അതിൽ 6 ന്യൂക്ലിയസിൻ്റെ ചുറ്റും സെൽ വാൾ ഫോർമേഷൻ നടന്നു. എന്നിട്ട് 3 സെല്ലിനെ മൈക്രോപൈലാർ എൻഡിൽ വെച്ചു. ഇതാണ് മൈക്രോപൈലാർ എൻഡ്, ഇത് ചലാസൽ എൻഡ്. 3 സെല്ലിനെ മൈക്രോപൈലാർ എൻഡിൽ വെച്ചു. അടുത്ത ഒരു 3 സെല്ലിനെ ചലാസൽ എൻഡിൽ വെച്ചു. ഇനി 2 ന്യൂക്ലിയസിന് സെൽ വോൾ ഫോർമേഷൻ നടന്നിട്ടില്ല, അത് ന്യൂക്ലിയസ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ 2 ന്യൂക്ലിയസിനെ ഈ സെല്ലിൻ്റെ നടുക്ക് കൊണ്ടുവച്ചു. അപ്പോൾ മൈക്രോപൈലാർ എൻഡിൽ കൊണ്ടുവച്ച ഈ 3 സെൽസിനെയാണ് എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. എഗ് അപ്പാരറ്റസ്. ഈ എഗ് അപ്പാരറ്റസിനകത്ത് 3 സെൽസാണ് ഉള്ളത്. അതായത് എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഒരെണ്ണം ഉറപ്പായിട്ടും എഗ് ആയിരിക്കും. നടുക്കിരിക്കുന്ന സെല്ലാണ് എഗ് സെല്ല്. ബാക്കി എഗ്ഗിൻ്റെ 2 സൈഡിലും ഓരോരോ സെൽസ് ഉണ്ട്. അതിനെയാണ് സിനർജിഡ്സ് എന്ന് വിളിക്കുന്നത്. സിനർജിഡ്സ്. ഇനി ഈ സിനർജിഡിനെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മൈക്രോപൈലാർ എൻഡിൽ സിനർജിഡിന് ഒരു തിക്കനിങ് ഉണ്ട്. സിനർജിഡിൻ്റെ മൈക്രോപൈലാർ എൻഡിൽ ഒരു തിക്കനിങ് ഉണ്ട്. അതിനെയാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഫിലിഫോം അപ്പാരറ്റസ്. ഇത് 2 സിനർജിഡ്സിനും ഉണ്ട്. സിനർജിഡ്സിൻ്റെ നടുക്കായിട്ടാണ് എഗ്ഗിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ 3 സെൽസും കൂടെ ചേരുമ്പോഴാണ് എഗ് അപ്പാരറ്റസ് ഉണ്ടാകുന്നത്. ഇനി ചലാസൽ എൻഡിൽ വെച്ച 3 സെൽസ്, അതിനെയാണ് ആൻറ്റിപോഡൽസ് എന്ന് വിളിക്കുന്നത്. ആൻറ്റിപോഡൽസ്. ഇതുകൂടാതെ 2 ന്യൂക്ലിയസിനെ ഈ സെല്ലിൻ്റെ നടുക്ക് കൊണ്ടുവച്ചിരുന്നു. സെൻറ്റർ ഓഫ് ലാർജ് സെൽ. അവിടെ കൊണ്ടുവച്ച 2 ന്യൂക്ലിയസിനെയും കൂടെ ചേർത്ത് പോളാർ ന്യൂക്ലിയ എന്ന് വിളിക്കാം. പോളാർ ന്യൂക്ലിയ. അപ്പോൾ ഇതാണ് ഒരു എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിൻ്റെ സ്ട്രക്ചർ. അതായത് ഒരു ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിൻ്റെ ഉള്ളിൽ 8 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. 8 ന്യൂക്ലിയസ്. പക്ഷേ 7 സെല്ലേ ഉള്ളൂ. 7 സെല്ലും 8 ന്യൂക്ലിയസും. 7 സെൽസ് ഏതൊക്കെയാണ്?
3 എഗ് അപ്പാരറ്റസ്, 3 ആൻറ്റിപോഡിൽസ്. ഇനി ഈ മൊത്തത്തിലുള്ളൊരു സെല്ലില്ലേ, ലാർജ് സെൻട്രൽ സെല്ല്, അതാണ് 7ാമത്തെ സെല്ല്. അങ്ങനെ 7 സെല്ലും എന്നാൽ 8 ന്യൂക്ലിയസും ഉണ്ട്. അതാണ് ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോ സാക്ക്. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞാൽ 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റ് ആണ്. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫോം ചെയ്തു. ഇനി അടുത്തത് ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഈ 2 ഗമീറ്റ്സിനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. പക്ഷേ നമുക്കറിയാം പ്ലാന്റ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് നോൺ മോട്ടൈലാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി മാത്രമേ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് പോളിനേഷൻ. പോളിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ഫ്ലവറിൻ്റെയോ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവർ ഈ പോളിനേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. ഓട്ടോഗമി പോളിനേഷൻ പല ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഓട്ടോഗമി. അതായത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഫ്ലവറിൽ തന്നെ നടക്കുന്ന പോളിനേഷൻ. അതായത് ഇതൊരു ഫ്ലവറാണ്, ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവറാണ് ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഫ്ലവറിലെ ആന്തർ റിലീസ് ചെയ്ത പോളൻ ഗ്രെയിൻസിനെ ഇതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓട്ടോഗമി കാണിക്കുന്ന ഫ്ലവേഴ്സ് പ്ലാന്റ്സിൽ ചില ചെടികൾ 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ്, രണ്ടാമത്തതാണ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്. ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഫ്ലവേഴ്സിനെ പോലെ, അതായത് അതിൻ്റെ സ്റ്റിഗ്മയും സ്റ്റേമനും എല്ലാം എക്സ്പോസ്ഡ് ആണ്, നമുക്ക് കാണാൻ പറ്റും, എല്ലാം എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് ഈ ഫ്ലവേഴ്സ് വിരിയുമ്പോൾ നമുക്കതിൻ്റെ എല്ലാ പാർട്സും കാണാൻ പറ്റും. അതിനെയാണ് ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് വിരിയാറില്ല, അവരെപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ, അവരെപ്പോഴും ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്, ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഈ ഫ്ലവറിൻ്റെ ആന്തർ റിലീസായി, ആന്തർ ഡെഹിസൻസ് സംഭവിച്ച് പോളൻ റിലീസ് ചെയ്യുമ്പോൾ ആ പോളൻ ഗ്രെയിൻസ് ഇതേ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, അതായത് സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. അതുകൊണ്ട് എപ്പോഴും ഇവിടെ ഓട്ടോഗമി തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് സെയിം ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ സമയത്തും പോളിനേഷൻ നടക്കുന്നത്, അതായത് സെൽഫ് പോളിനേഷൻ. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സിൽ എപ്പോഴും സെൽഫ് പോളിനേഷനാണ് നടക്കുന്നത്. ഇനി ഇവിടെ ക്രോസ് പോളിനേഷനുള്ള ചാൻസേ ഇല്ല, കാരണം ഫ്ലവർ ഓപ്പൺ ആവാത്തത് കൊണ്ട് തന്നെ മറ്റൊരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഈ ഫ്ലവറിൽ വന്ന് വീഴാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഈ പ്ലാന്റ്സിൽ എപ്പോഴും സെൽഫ് പോളിനേഷനാണ്. അതുപോലെ 100% ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, സീഡ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം എപ്പോഴും സെൽഫ് പോളിനേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സീഡ് ഫോർമേഷനും നടക്കും. ഇങ്ങനെയുള്ള പ്ലാന്റ്സിന് എക്സാമ്പിളാണ് വയോള, ഓക്സാലിസ്, കമലിന് ഒക്കെ. അതാണ് ഓട്ടോഗമി. ഇനി രണ്ടാമത്തതാണ് ഗീട്ടണോഗമി. ഗീട്ടണോഗമി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ തന്നെയുള്ള 2 ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന പോളിനേഷനാണ് ഗീട്ടണോഗമി. അതായത് ഒരു പ്ലാന്റിൽ 2 ഫ്ലവർ ഉണ്ടായി, ഫ്ലവർ 1 ആൻഡ് ഫ്ലവർ 2. ഫ്ലവർ 1ലെ പോളൻ ഗ്രെയിൻ ഫ്ലവർ 2ൻ്റെ സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. ഇതിനെയാണ് ഗീട്ടണോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഗീട്ടണോഗമി ശരിക്കും പറഞ്ഞാൽ ഫങ്ഷണലി ഒരു ക്രോസ് പോളിനേഷൻ ആണ്. അതായത് 2 ഫ്ലവേഴ്സിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണെന്ന് പറയാം. പക്ഷേ ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ആണ്. കാരണം സെയിം പ്ലാന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പോളൻ ഗ്രെയിൻ്റെയും അതുപോലെ ഫീമെയിൽ ഗമീറ്റിൻ്റെയും ജനറ്റിക്സ് സിമിലർ ആണ്. അതുകൊണ്ട് ഗീട്ടണോഗമി ഫങ്ഷണലി ക്രോസ് പോളിനേഷനും ജനറ്റിക്കലി സെൽഫ് പോളിനേഷനും ആണ്. അടുത്ത 3ാമത്തെ ടൈപ്പ് പോളിനേഷനാണ് സീനോഗമി. അതായത് ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് എത്തുന്നു. ഇതിനെയാണ് സീനോഗമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എന്ന് പറയാം. ഇവിടെ 2 പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് തമ്മിലാണ് പോളിനേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനറ്റിക്സ് വേറെ ആയിരിക്കും. ജനറ്റിക് വേരിയേഷൻസ് ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ പോളിനേഷനിലൂടെ ഉണ്ടാവുന്ന സീഡ്സ് ജനറ്റിക് വേരിയേഷൻസ് ഉള്ള ഓസ്പ്രിങ്സിനെയാണ് തരുന്നത്.
ഇനി നമ്മൾ പറഞ്ഞു മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് നോൺ മോട്ടൈൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പോടുകൂടി മാത്രമേ പോളിനേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, അബയോട്ടിക്കും ബയോട്ടിക്കും. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. അബയോട്ടിക് പോളിനേറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് വിൻഡും വാട്ടറും. വിൻഡ് വഴിയാണ് പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ അനിമോഫിലി എന്ന് വിളിക്കാം. അപ്പോൾ അനിമോഫിലി നടക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിളാണ് കോൺഗോബും ഗ്രാസസും. ഇനി വിൻ പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ. ഇവരുടെ പോളൻ ഗ്രെയിൻസ് വളരെ ലൈറ്റ് വെയ്റ്റും ഡ്രൈയും ആയിരിക്കും. കാരണം കാറ്റിലൂടെ പറന്നു പോകണം, അതുകൊണ്ട് വെയിറ്റ് വളരെ കുറവും ഡ്രൈയും ആയിരിക്കും. അതുപോലെ നോൺ സ്റ്റിക്കി ആയിരിക്കും, ഒട്ടിപ്പിടിക്കുന്നതായിരിക്കില്ല. കാറ്റിലൂടെ പറന്നു പോകേണ്ടതുകൊണ്ട് നോൺ സ്റ്റിക്കിയാണ്. അതുപോലെ ഈ പറന്നു വരുന്ന പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റിഗ്മ ലാർജ് ആൻഡ് ഫെദറി ആയിരിക്കണം. ലാർജ് ആൻഡ് ഫെദറി സ്റ്റിഗ്മ ആണെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പോളൻ ഗ്രെയിൻസ് കാറ്റടിക്കുമ്പോൾ തന്നെ പറന്നു പോകണമെങ്കിൽ ഇവർക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്തേഴ്സ് അല്ലെങ്കിൽ സ്റ്റേമൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഇനി വാട്ടർ പോളിനേഷനെയാണ് ഹൈഡ്രോഫിലി എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോഫിലി വളരെ റെയർ ആണ്. കൂടുതലും മോണോകോട്ടിലിഡണസ് ആയിട്ടുള്ള പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. അതിന് എക്സാമ്പിളാണ് വല്ലിസ്നേറിയ സോസ്ചെറ. വല്ലിസ്നേറിയയിൽ വാട്ടർ സർഫസിൽ വെച്ചാണ് പോളിനേഷൻ നടക്കുന്നത്. ഫീമെയിൽ ഫ്ലവേഴ്സ് വാട്ടർ സർഫസിലാണ് വിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് പോളൻ ഗ്രെയിൻസും വാട്ടർ സർഫസിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. സോസ്ചെറയിൽ ഫീമെയിൽ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നത് വാട്ടറിൻ്റെ അടിയിൽ സബ്മേർജ്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിലേക്കാണ് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത്. അടുത്ത ബയോട്ടിക് ഏജൻസ് ആണ് ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ. അതിനെ സൂഫിലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ളതും ലാർജ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ ഫ്ലവേഴ്സിന് നല്ല ഫ്രാഗ്രൻസ് ആയിരിക്കും, നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആനിമൽ പോളിനേഷൻ അല്ലെങ്കിൽ ഇൻസെക്ട് പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിരിക്കും. കാരണം ഈ ഏജൻസിൻ്റെ ബോഡിയിൽ പറ്റി പിടിച്ചിട്ട് വേണം അതിന് അടുത്ത ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് എത്താൻ. ഇനി വാട്ടർ പോളിനേഷൻ്റെ ഒരു കാര്യം. വാട്ടർ പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് ലോങ് ആൻഡ് റിബൺ ലൈക്ക് ആയിരിക്കും. കാരണം വാട്ടറിന് ഇതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് ലോങ് ആൻഡ് റിബൺ ലൈക്ക് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും വാട്ടർ പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സിന്. അതുപോലെ തന്നെ ഇത് വാട്ടർ വഴി ആയതുകൊണ്ട് പോളൻ ഗ്രെയിൻസ് വെറ്റായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ വെറ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിലേജിനസ് കവറിങ് ഉണ്ട്. ഇതിന് മ്യൂസിലേജിനസ് കവറിങ് ഉണ്ട് പോളൻ ഗ്രെയിൻസിന്. വാട്ടർ പോളിനേറ്റേഴ്സിന്, ബയോട്ടിക് ആയിട്ടുള്ള പോളിനേറ്റേഴ്സിന് ചില റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് നെക്ടറും പോളൻ ഗ്രെയിൻസും ഒക്കെ. ഒരുപാട് എമൗണ്ട് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഈ വരുന്ന ഇൻസെക്ട്സിന് ഫുഡായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇനി ഈ ഫുഡും നെക്ടറും കൂടാതെ ചില പ്ലാന്റ്സ് അതിൻ്റെ ഫ്ലവറിനകത്ത് ഇൻസെക്ട്സിന് എഗ്ഗ് ലേ ചെയ്യാനുള്ളൊരു പ്ലേസും കൊടുക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് യൂക്ക പ്ലാന്റിൻ്റെ ഫ്ലവറും ഒരു മോത്തും തമ്മിലുള്ള കണക്ഷൻ. അതായത് ഈ മോത്ത് അതിൻ്റെ എഗ്ഗ് ലേ ചെയ്യുന്നത് യൂക്ക ഫ്ലവറിൻ്റെ ഓവറിയിലാണ്. അപ്പോൾ അതുവഴി ഇത് എഗ്ഗ് ലേ ചെയ്യാൻ വരുന്നത് കൊണ്ട് തന്നെ ആ പ്ലാന്റ് പോളിനേറ്റഡ് ആവുന്നു. എന്നിട്ട് ഈ പ്ലാന്റിൻ്റെ സീഡ് ഫോർമേഷൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഈ മോത്തിൻ്റെ ലാർവകൾ അതിൻ്റെ ഓവറിൽ നിന്ന് പുറത്തു വരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഫ്ലവറാണ് അമോർഫോഫാലസ് എന്ന് പറയുന്ന ചെടിയുടേത്. അമോർഫോഫാലസ് ഏകദേശം 6 feet ആണ് അതിൻ്റെ ഹൈറ്റ്. ഈ ഫ്ലവറും അതിൻ്റെ പോളിനേറ്റേഴ്സിന് എഗ്ഗ് ലേ ചെയ്യാനുള്ള ഒരു സേഫ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. അതായത് നമ്മൾ പഠിച്ചു ഫ്ലവേഴ്സിൽ, ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ ഓട്ടോഗമി നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരു ഫ്ലവറിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോഗമി അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടക്കുമ്പോൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടക്കുന്നത് വഴി കുറേ ജനറേഷൻസ് കഴിയുമ്പോൾ പുതുതായിട്ടുണ്ടാകുന്ന ചെടികൾക്ക് പിന്നീട് സീഡ് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരിക. അതായത് ആ ചെടികൾ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു പോവുക. അതിനെയാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യണം. അങ്ങനെ സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പ്ലാന്റ്സ് തന്നെ ചില മെക്കാനിസങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് പല തരത്തിലുണ്ട്. ആദ്യത്തേതാണ് ഡൈക്കോഗമി. ഡൈക്കോഗമി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ, ആ ഫ്ലവർ ബൈസെക്ഷൽ ആണെങ്കിൽ അതിൽ ആന്തറും സ്റ്റിഗ്മയും ഒരേപോലെ മെച്യൂർ ആവുന്നില്ല. ആന്തറും സ്റ്റിഗ്മയും ഒരുപോലെ മെച്യൂർ ആയാൽ മാത്രമേ ഓട്ടോഗമി നടക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഫ്ലവറിൽ ആന്തറാണ് ആദ്യം മെച്യൂർ ആവുന്നതെങ്കിൽ ആ കണ്ടീഷനെ പ്രൊട്ടാൻഡ്രി എന്ന് പറയുന്നു. പ്രൊട്ടാൻഡ്രി. ഇനി സ്റ്റിഗ്മയാണ് ആദ്യം മെച്യൂർ ആവുന്നതെങ്കിൽ അതിനെ പ്രോട്ടോഗൈനി എന്ന് പറയുന്നു. അതായത് ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ ആന്തറും സ്റ്റിഗ്മയും ഒരുമിച്ച് മെച്യൂർ ആവുന്നില്ല. ആന്തർ റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആയിട്ടുണ്ടായിരിക്കില്ല. ഇനി അഥവാ സ്റ്റിഗ്മയാണ് ആദ്യം റിസപ്റ്റീവ് ആവുന്നതെങ്കിൽ ആ ടൈമിൽ ആന്തർ വളരെ യങ് ആയിരിക്കും. അതിനെയാണ് ഡൈക്കോഗമി എന്ന് പറയുന്നത്. അടുത്ത ഒരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാണ് ഹെർക്കോഗമി. ഹെർക്കോഗമി എന്ന് പറഞ്ഞാൽ ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ ആന്തറും സ്റ്റിഗ്മയും കുറച്ച് ഡിസ്റ്റൻറ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ പ്ലേസ് ചെയ്യുന്നു. ഒരു ഫ്ലവറിൻ്റെ തന്നെ അടുത്തടുത്ത പൊസിഷനിൽ ആന്തറിനെയും സ്റ്റിഗ്മയും വെക്കുന്നില്ല, പകരം ഇച്ചിരി അകലത്തിൽ അല്ലെങ്കിൽ പല ഹൈറ്റിൽ അങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ പ്ലേസ് ചെയ്യുന്നു. അതിനെയാണ് ഹെർക്കോഗമി എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തതാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇതൊരു ജനറ്റിക് മെക്കാനിസം ആണ്. അതായത് ഇതിലൂടെ ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ ഒരു പോളൻ ഗ്രെയിൻ വന്ന് വീഴുമ്പോൾ ആ പ്ലാന്റ് ഡിസൈഡ് ചെയ്യുന്നു, ആ പ്ലാന്റിന് മനസ്സിലാവുന്നു ഇത് സ്വന്തം പ്ലാന്റിൻ്റെ ആണോ അതോ സെയിം സ്പീഷീസിൽ തന്നെയുള്ള വേറൊരു പ്ലാന്റിൻ്റെ ആണോ എന്ന്. അപ്പോൾ സ്വന്തം പ്ലാന്റിൻ്റെ തന്നെ ആണെങ്കിൽ അവിടെ പോളൻ ജെർമിനേഷൻ നടക്കുന്നില്ല. അതായത് ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ ഓട്ടോഗമി ആണെങ്കിലും ഗീട്ടണോഗമി ആണെങ്കിലും സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റിയിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഗീട്ടണോഗമിയിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ആണ്. അതുകൊണ്ട് ഈ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സെയിം ജനറ്റിക്സ് ആണോ അതോ സെയിം സ്പീഷീസിലെ വേറൊരു പ്ലാന്റിൽ നിന്ന് വന്നതാണോ എന്ന്. അങ്ങനെ സെൽഫ് പോളൻ ആണെങ്കിൽ ഒരിക്കലും പോളൻ ജെർമിനേഷൻ നടക്കുന്നില്ല. അതിനെയാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ മെത്തേഡാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൻ്റെ പ്രൊഡക്ഷൻ. അതായത് ചില പ്ലാന്റ്സ് എന്താണ് ഒന്നുകിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മെയിൽ ഫ്ലവേഴ്സ് അങ്ങനെ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഫ്ലവറിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗനേ ഉള്ളൂ. അതുകൊണ്ട് ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഗീട്ടണോഗമി നടക്കുന്നുണ്ട്. ഗീട്ടണോഗമി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പ്ലാന്റ് തന്നെ ഈ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സും മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഗീട്ടണോഗമി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഓട്ടോഗമി നടക്കുന്നില്ല. അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് മൊണേഷ്യസ് പ്ലാന്റ്സ്. ഇവർ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സും ഒരു പ്ലാന്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അടുത്തൊരു പ്ലാന്റ്സ് ആണ് ഡയേഷ്യസ് പ്ലാന്റ്സ്. ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് തന്നെ മെയിൽ ഓർ ഫീമെയിൽ ആയിരിക്കും. അതായത് ഫീമെയിൽ പ്ലാന്റ് ആണെങ്കിൽ അതിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, മെയിൽ പ്ലാന്റ് ആണെങ്കിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഓട്ടോഗമി നടക്കുന്നില്ല, ഗീട്ടണോഗമി നടക്കുന്നില്ല. ക്രോസ് പോളിനേഷൻ മാത്രമാണ് ഡയേഷ്യസ് പ്ലാന്റ്സിൽ നടക്കുന്നത്. അപ്പോൾ ഡൈക്കോഗമി, ഹെർക്കോഗമി, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ഇതൊക്കെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. അടുത്തത് ഇങ്ങനെ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇനി ഫെർട്ടിലൈസേഷൻ നടക്കണം. അപ്പം അതിന് മുമ്പായിട്ട് പോളിനേഷനും ഫെർട്ടിലൈസേഷനും ഇടയ്ക്ക് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പോളൻ ഗ്രെയിൻ ഒരു സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. അപ്പോൾ അത് സെയിം സ്പീഷീസിൽ ഒരു പോളൻ ഗ്രെയിൻ ആവണമെന്നില്ല, ഏത് സ്പീഷീസിൽ വേണമെങ്കിലും ആകാം. പക്ഷെ സെയിം സ്പീഷീസിൻ്റെ മാത്രമേ പോളൻ ജെർമിനേഷൻ സ്റ്റിഗ്മ സമ്മതിക്കത്തുള്ളൂ. അതിനെയാണ് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡൈനാമിക് പ്രോസസ്സാണ്. ഇത് ഒരു കെമിക്കലി മീഡിയേറ്റഡ് പ്രോസസ്സാണ്. അതായത് പോളൻ ഗ്രെയിൻസിലും കുറച്ച് കെമിക്കൽസ് ഉണ്ട്, സ്റ്റിഗ്മയിലും കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ഒരു പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് വീഴുമ്പോൾ ഈ കെമിക്കൽസിൻ്റെ ഹെൽപ്പോടെ സ്റ്റിഗ്മ റെക്കഗ്നൈസ് ചെയ്യും ഇത് സ്വന്തം സ്പീഷീസിൽ പെട്ട ഒരു പോളൻ ഗ്രെയിൻ ആണോ അതോ ഡിഫറെൻറ്റ് സ്പീഷീസിൽ പെട്ടതാണോ എന്ന്. സ്വന്തം സ്പീഷീസിൽ പെട്ട ഒരു പോളൻ ഗ്രെയിനെ സ്റ്റിഗ്മ തിരിച്ചറിഞ്ഞാൽ അതിനെ കോമ്പാറ്റിബിൾ എന്ന് പറയാം, കോമ്പാറ്റിബിൾ പോളനാണെന്ന് പറയാം. ഇനി ഡിഫറെൻറ്റ് സ്പീഷീസിൽ പെട്ടതാണെങ്കിൽ അതിനെ ഇൻകോമ്പാറ്റിബിൾ പോളൻ എന്ന് പറയാം. അപ്പോൾ ഇൻകോമ്പാറ്റിബിൾ പോളൻ ആണെങ്കിൽ സ്റ്റിഗ്മ ഉടനെ തന്നെ ആ പോളൻ ഗ്രെയിനെ റിജക്റ്റ് ചെയ്യും.
അതുവഴി പിന്നെ ഫർദർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ ഒരു കോമ്പാറ്റിബിൾ പോളനാണ് സ്റ്റിഗ്മയിൽ എത്തിയതെങ്കിൽ അവിടെ ആ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ പോളൻ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിന് ഒരു ജേം പോർ ഉണ്ടെന്ന്. അതായത് ആ പോർഷനിൽ എക്സൈൻ ആബ്സെൻ്റ് ആണ്. എക്സൈൻ ഇല്ലാത്ത പോളൻ ഗ്രെയിൻ്റെ ഒരു പാർട്ടാണ് ജേം പോർ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പാറ്റിബിൾ പോളനാണെന്ന് സ്റ്റിഗ്മ തിരിച്ചറിഞ്ഞാൽ പിന്നെ സ്റ്റിഗ്മ ആ പോളൻ ഗ്രെയിനെ പ്രൊമോട്ട് ചെയ്യും. ആ ടൈമിൽ പോളൻ ഗ്രെയിന് ജെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുന്നത് ഈ ജേം പോറിലൂടെയാണ്. ജേം പോറിലൂടെ ജെർമിനേറ്റ് ചെയ്ത പോളൻ ഒരു പോളൻ ട്യൂബായിട്ട് മാറും. എന്നിട്ട് ആ പോളൻ ട്യൂബ് സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ ഓവറിയിലേക്ക് വളരും. പോളൻ ട്യൂബ് വളരുന്നു. ഈ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് തന്നെ പോളൻ ഗ്രെയിനകത്തുള്ള കണ്ടൻസ് ഈ പോളൻ ട്യൂബിലേക്ക് ഇറങ്ങും. അതായത് പോളൻ ഗ്രെയിനിൻ്റെ അകത്തുള്ള കണ്ടൻസ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുമാണ്. 2 സെൽഡ് സ്റ്റേജിൽ ഷെഡ് ആവുന്ന പോളൻ ഗ്രെയിൻസിൻ്റെ എല്ലാം കണ്ടൻറ്റ് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ആണ്. ഇവർ പോളൻ ട്യൂബിലേക്ക് ഇറങ്ങുകയും എന്നിട്ട് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നു പോളൻ ട്യൂബിൻ്റെ ഉള്ളിൽ വെച്ച്. ഇനി ചില സ്പീഷീസിൽ 3 സെൽഡ് സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻ ഷെഡ് ആവുന്നത്. അതിൽ ഓൾറെഡി 2 മെയിൽ ഗമേറ്റ്സും ഒരു വെജിറ്റേറ്റീവ് സെല്ലുമാണ് പോളൻ ഗ്രെയിൻ്റെ കണ്ടൻറ്റ്. അങ്ങനെയുള്ള സ്പീഷീസിൽ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് വരുമ്പോൾ ആ മെയിൽ ഗമേറ്റ്സ് ആണ് പോളൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഈ പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് ഓവറിയിലൂടെ ഒവ്യൂളിലേക്ക് എൻട്രി ചെയ്യുന്നു. ഒവ്യൂളിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ അവിടെയും ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പായിട്ട് ആക്ട് ചെയ്യുന്നതാണ് മൈക്രോപൈല്. നമ്മൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ന്യൂസെല്ലസിനെ കവർ ചെയ്തുകൊണ്ട് ഇൻറ്റഗുമെൻസ് ഉണ്ട്. പക്ഷേ ഒരു ചെറിയൊരു പാർട്ടിൽ ഇൻറ്റഗുമെൻസ് ന്യൂസെല്ലസിനെ കവർ ചെയ്യുന്നില്ല. ആ പാർട്ടിനെയാണ് മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ മൈക്രോപൈലിലൂടെയാണ് ഈ പോളൻ ട്യൂബ് ഒവ്യൂളിലേക്ക് എൻട്രി ചെയ്യുന്നത്. അങ്ങനെ ഒരു പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നത് മുതൽ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് ഒവ്യൂളിലേക്ക് എൻട്രി ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ് പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ എന്ന് വിളിക്കുന്നത്. പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ. ഇനി പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷനിലൂടെ പോളൻ ട്യൂബ് മൈക്രോപൈലിലൂടെ ഒവ്യൂളിലേക്ക് എൻട്രി ചെയ്തു. ഇനി ഈ പോളൻ ട്യൂബിനകത്തുള്ള മെയിൽ ഗമേറ്റ്സിനെ ഗൈഡ് ചെയ്യേണ്ടത് സിനർജിഡ്സ് ആണ്. അതായത് സിനർജിഡ്സിൻ്റെ മൈക്രോപൈലാർ എൻഡിൽ ഒരു തിക്കനിങ് ഉണ്ട്. അതിനെയാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നത്. ഈ പോളൻ ട്യൂബിലൂടെ എത്തിയ മെയിൽ ഗമീറ്റ്സ് ഏതെങ്കിലും ഒരു സിനർജിഡിൻ്റെ ഫിലിഫോം അപ്പാരറ്റസിലൂടെ എക്സെല്ലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്? ആ എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം എത്തിയ മെയിൽ ഗമീറ്റും എഗ്ഗിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. അതായത് ഒരു മെയിൽ ഗമേറ്റ് ഹാപ്ലോയിഡ് ആണ്. അത് ഫീമെയിൽ ഗമേറ്റായ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. അതിനെയാണ് സിംഗമി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത മെയിൽ ഗമേറ്റ് സെൻട്രൽ സെല്ലിലിരിക്കുന്ന പോളാർ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പോകുന്നു. പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയാണ്, 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയ. അതും രണ്ടാമത്തെ മെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇങ്ങനെ 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ട് ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു എംബ്രിയോസാക്കിനകത്ത് സിംഗമിയും നടന്നു, ട്രിപ്പിൾ ഫ്യൂഷനും നടന്നു. ഇങ്ങനെ 2 ഫെർട്ടിലൈസേഷനുകൾ നടന്നതുകൊണ്ട് ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാം. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേംസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതായത് ഒരു മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റായ എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടായി. അതിനെയാണ് സിംഗമി എന്ന് പറയുന്നത്. അതിനുശേഷം ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 പോളാർ ന്യൂക്ലിയസും ഒരു മെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോസാക്കിനകത്ത് സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ എന്നിങ്ങനെ 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാം. ഇത് ആൻജിയോസ്പേംസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഒരു എംബ്രിയോസാക്കിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് സിനർജിഡ്സ് ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ സൈഗോട്ട് അവിടെ ഇരിപ്പുണ്ട്.
അതുപോലെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് നടുക്കായിട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇരിക്കുന്ന സെല്ലായതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈമറി എൻഡോസ്പേം സെൽ എന്ന് വിളിക്കാം. അതുപോലെ ആൻറ്റിപോഡൽ സെൽസും ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പ്രൈമറി എൻഡോസ്പേം സെല്ല് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേം ആയിട്ട് മാറുന്നു. അതുപോലെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നു. അങ്ങനെ എംബ്രിയോ ഫോർമേഷൻ്റെ പല സ്റ്റേജസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, ഏറ്റവും ലാസ്റ്റ് മെച്യൂർ എംബ്രിയോ. ഇനി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മൾ രണ്ട് ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ പോളിനേഷൻ നടത്തുന്നു, നമ്മൾ ക്രോസ് പോളിനേഷൻ നടത്തുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമായ ക്യാരക്ടേഴ്സ് ഉള്ള പുതിയ പ്ലാന്റിനെ അല്ലെങ്കിൽ സീഡിനെ ഫോം ചെയ്ത് എടുക്കുന്നു. അതായത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പ്ലാന്റിൽ നമ്മൾ കണ്ടു. അപ്പോൾ ആ രണ്ട് പ്ലാന്റ്സിനെ പേരൻസ് ആയിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളായിട്ട് പോളിനേഷൻ നടത്തുന്നു. എന്നിട്ട് നമുക്ക് ആ ക്യാരക്ടേഴ്സ് രണ്ടും ഉള്ള ഒരു പുതിയ പ്ലാന്റിനെ അല്ലെങ്കിൽ ഒരു സീഡിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ പേരൻസിനെ സെലക്ട് ചെയ്യുക. ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ പേരൻറ്റിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇമാസ്കുലേഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ആണ്. അതായത് ഫ്ലവർ ബൈസെക്ഷൽ ആണെങ്കിൽ അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആന്തറിനെ ആ ഫ്ലവറിൽ നിന്ന് ആദ്യം തന്നെ ആന്തർ യങ് ആയിരിക്കുമ്പോൾ തന്നെ റിമൂവ് ചെയ്യുന്നു. ആന്തർ മെച്ചുർ ആയതിന് മുമ്പ് തന്നെ റിമൂവ് ചെയ്യണം. കാരണം മെച്ചുർ ആയിക്കഴിഞ്ഞാൽ പോളൻ റിലീസ് നടക്കും. അതുകൊണ്ട് ആന്തർ യങ് ആയിരിക്കുമ്പോൾ തന്നെ ആ ഫ്ലവറിലെ ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. അതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിനെ ബാഗ് ചെയ്ത് വെക്കുക. അതായത് ഒരു ബട്ടർ പേപ്പർ കൊണ്ടുള്ള കവർ കൊണ്ട് മൂടിക്കെട്ടി വെക്കുക. അതിനുശേഷം സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്ന ടൈമിൽ ഈ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച മെയിൽ പേരൻറ്റിൻ്റെ പോളൻ ഗ്രെയിൻസ് ഡസ്റ്റ് ചെയ്യുക. അതായത് പോളിനേഷൻ നടത്തുക, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുക. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയ ഫ്ലവറിനെ വീണ്ടും തിരിച്ച് റീബാഗ് ചെയ്യുക. എന്നിട്ട് സീഡ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഇമാസ്കുലേഷൻ്റെ ആവശ്യമില്ല. അതായത് യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഫീമെയിൽ ആയിരിക്കും അല്ലെങ്കിൽ മെയിൽ ആയിരിക്കും. അപ്പോൾ ഈ ഫീമെയിൽ ഫ്ലവേഴ്സിൽ ആന്തർ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഇമാസ്കുലേഷൻ്റെ ആവശ്യമില്ല. പക്ഷെ അപ്പോൾ ഈ ഫ്ലവേഴ്സ് വിരിയുന്നതിന് മുമ്പ് തന്നെ ബാഗിങ് നടത്തിയിരിക്കണം. അടുത്തതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഫെർട്ടിലൈസേഷന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുക? സൈഗോട്ട് എംബ്രിയോയായി മാറുന്നു. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേം ആകുന്നു. ഒവ്യൂള് സീഡായിട്ട് മാറുന്നു. ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. ഓവറിയുടെ വാള് ഫ്രൂട്ടിൻ്റെ വാളായിട്ട് മാറുന്നു. അതിനെയാണ് പെരികാർപ്പ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇൻഡഗുമെൻസ് ഒവ്യൂൾസിൻ്റെ ഉള്ളിലുള്ള ന്യൂസെല്ലസിൻ്റെ കോട്ടിംഗ് ആണ്. അത് സീഡ് കോട്ടായിട്ട് മാറുന്നു. ഇനി എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്നാണ് എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുന്നത്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്പിൾ ഫ്യൂഷനിലൂടെയാണ് ഉണ്ടാവുന്നത്. അതായത് രണ്ട് പോളാർ ന്യൂക്ലിയയും ഒരു മെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്താണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായത്. ഇത് ട്രിപ്ലോയിഡ് ആണ്. അതിനുശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മൈറ്റോസിസ് നടത്തുന്നു. അങ്ങനെ ഒരുപാട് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഒരു സെല്ലിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഈ ഒരു സ്റ്റേജിനെയാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് വിളിക്കുന്നത്. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. കരിക്കും വെള്ളം ഇതിനൊരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ തേങ്ങാവെള്ളം ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിൻ്റെ എക്സാമ്പിൾ ആണ്. ഇനി അതിനുശേഷം ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ എൻഡോസ്പേം സെല്ലുലാറായി മാറുന്നു, സെല്ലുലാർ എൻഡോസ്പേം ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഇനി ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. കാരണം എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻ ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അടുത്തത് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എംബ്രിയോ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എംബ്രിയോയുടെ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ എൻഡോസ്പേമിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഫോം ചെയ്തതിന് ശേഷം മാത്രമാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇനി എംബ്രിയോയ്ക്ക് എപ്പോഴും ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ആക്സിസ് ആണ് എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ട് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഡൈക്കോട്ടിലുള്ള എംബ്രിയോയും റൈറ്റ് സൈഡിലുള്ളത് മോണോകോട്ടിലുള്ള എംബ്രിയോയും ആണ്. അപ്പോൾ ഡൈക്കോട്ടിലുള്ള എംബ്രിയോയ്ക്ക് എന്തുണ്ട്? ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. അതുപോലെ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്. ഈ കോട്ടിലിഡൻസ് എംബ്രിയോണൽ ആക്സിസിന്റെ രണ്ട് സൈഡിലായിട്ടാണ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്യുന്ന പാർട്ടിന്റെ മുകളിലേക്കുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ പോർഷനെയാണ് എപ്പികോട്ടൈൽ എന്ന് വിളിക്കുന്നത്. എപ്പികോട്ടൈൽ. കോട്ടിലിഡൻസ് ഇത് എംബ്രിയോണൽ ആക്സിസ് ആണെങ്കിൽ രണ്ട് കോട്ടിലിഡൻസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ കോട്ടിലിഡൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന്റെ മുകളിലുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ പാർട്ടാണ് എപ്പികോട്ടൈൽ. അതിന്റെ താഴേക്കുള്ള പാർട്ടാണ് ഹൈപ്പോകോട്ടൈൽ. ഇനി എപ്പികോട്ടൈൽ ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് പ്ലൂമ്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ്. പ്ലൂമ്യൂൾ. ഇനി ഹൈപ്പോകോട്ടൈൽ എന്താണ്? ഈ കോട്ടിലിഡൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ താഴെയുള്ള സിലിണ്ട്രിക്കൽ പാർട്ടാണ് ഹൈപ്പോകോട്ടൈൽ. ഹൈപ്പോകോട്ടൈൽ ടെർമിനേറ്റ് ചെയ്യുന്നത് റാഡിക്കിളിലാണ് അല്ലെങ്കിൽ റൂട്ട് ടിപ്പിൽ. ഇതിന്റെ താഴെ ഇതിനെ കവർ ചെയ്തുകൊണ്ട്, റാഡിക്കലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു റൂട്ട് ക്യാപ്പ് കാണാൻ പറ്റും. ഇതാണ് ഒരു ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോയുടെ സ്ട്രക്ചർ. ഇനി മോണോകോട്ടിൽ വരുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടെയും ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്, പക്ഷെ ഒരു കോട്ടിലിഡനേ ഉള്ളൂ. ഒറ്റ ഒരു കോട്ടിലിഡനേ ഉള്ളൂ. ഈ കോട്ടിലിഡന്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, അതാണ് സ്ക്യൂട്ടല്ലം. ഇനി സ്ക്യൂട്ടല്ലം അറ്റാച്ച്മെന്റിന് താഴോട്ടുള്ള എംബ്രിയോയുടെ പാർട്ടിനെ ഹൈപ്പോകോട്ടൈൽ എന്നാണ് വിളിക്കുന്നത്. മുകളിലോട്ടുള്ള പാർട്ടാണ് എപ്പികോട്ടൈൽ. എപ്പികോട്ടൈലിൽ നമുക്ക് ഷൂട്ട് അപ്പെക്സ് കാണാൻ പറ്റും. എപ്പികോട്ടൈലിൻ്റെ അകത്ത് ഷൂട്ട് അപ്പെക്സും അതുപോലെ കുറച്ച് പ്രൈമോഡിയൽ ലീഫ് സ്ട്രക്ചേഴ്സും ഉണ്ട്. ലീഫ് പ്രൈമോഡിയം കാണാൻ പറ്റും. ഇനി ഈ ഷൂട്ട് അപ്പെക്സിനെയും ലീഫ് പ്രൈമോഡിയം കവർ ചെയ്തുകൊണ്ട് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കൂടിയുണ്ട്. കോളിയോപ്റ്റൈൽ. ഇനി ഇവിടെയും താഴെയായിട്ട് റാഡിക്കിൾ ഉണ്ട്. റാഡിക്കിൾ അല്ലെങ്കിൽ റൂട്ട് ടിപ്പ് ഉണ്ട്. ഈ റൂട്ട് ടിപ്പിനെ കവർ ചെയ്തുകൊണ്ട് റൂട്ട് ക്യാപ്പ് ഉണ്ട്. എന്നാൽ ഡൈക്കോട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഉള്ളത് റൂട്ട് ക്യാപ്പിനെ കവർ ചെയ്തുകൊണ്ട് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ ഉണ്ട്, അതാണ് കോളിയോറൈസ. റൂട്ട് ക്യാപ്പിനെ കവർ ചെയ്തിട്ടുള്ള ഒരു അൺഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂ ആണ് കോളിയോറൈസ. അപ്പം ഡൈക്കോട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോണോകോട്ടിൽ കോട്ടിലിഡന്റെ പേരുണ്ട്, അതാണ് സ്ക്യൂട്ടല്ലം. പിന്നെ എപ്പികോട്ടൈലിൽ ഷൂട്ടപ്പെക്സും ലീഫ് പ്രൈമോഡിയ ഉണ്ട്, അതിനെ കവർ ചെയ്തുകൊണ്ട് കോളിയോപ്റ്റൈൽ ഉണ്ട്. അതുപോലെ തന്നെ റൂട്ട് ക്യാപ്പിനെ കവർ ചെയ്ത് കോളിയോറൈസ ഉണ്ട്. അടുത്തത് സീഡ്സ്. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ്റെ അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ് സീഡ്സ് എന്ന് പറയുന്നത്. ഇനി സീഡ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് സീഡിനകത്ത് ഒരു കോട്ടിലിഡനും എംബ്രിയോണൽ ആക്സിസും അതുപോലെ എംബ്രിയോയും ആണ് ഉള്ളത്. ഒരു സീഡ് മെച്യൂർ ആകുന്നത് എപ്പോഴാണ്? ആ സീഡിൽ ഡീഹൈഡ്രേഷൻ നടക്കും, അതായത് ആ സീഡിൽ കുറേ വെള്ളം നഷ്ടപ്പെടും. എന്നിട്ട് ഏകദേശം 10 മുതൽ 15% അതിൻ്റെ വെയിറ്റ് കുറയും. അതിനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിനകത്തുള്ള എംബ്രിയോയുടെ മെറ്റബോളിസം പതുക്കെ വളരെ സ്ലോയിലായിട്ട് മാറും. അതിനെയാണ് ഡോർമെൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. എംബ്രിയോ ഒരു ഡോർമെൻ സ്റ്റേജിലേക്ക് പ്രവേശിക്കും. അപ്പോഴാണ് സീഡ് മെച്യൂർ ആകുന്നത്. ഈ ഡീഹൈഡ്രേഷനും ഡോർമെൻസിയും എല്ലാം സീഡിൻ്റെ വയബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സീഡ് വയബിളായിട്ടിരിക്കുന്ന സമയത്താണ് നമുക്കതിനെ ഫുഡായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതും അതുപോലെ വീണ്ടും ജെർമിനേറ്റ് ചെയ്ത് അടുത്ത പ്ലാന്റ്സ് ആക്കി മാറ്റാൻ പറ്റുന്നതും ഒക്കെ സീഡ് വയബിളായിട്ടിരിക്കുന്ന സമയത്താണ്. ഇനി സീഡിലും എന്തുണ്ട്? ആ മൈക്രോപൈൽ അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് വാട്ടറും ഓക്സിജനും ഒക്കെ സീഡിൻ്റെ അകത്തേക്ക് കയറുന്നത്. എന്നിട്ടാണ് ഫേവറബിൾ കണ്ടീഷനിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത്. ഇൻഡഗുമെൻസ് ആണ് സീഡ് കോട്ടായിട്ട് മാറുന്നത്. ഇനി ചില സീഡ്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പേഴ്സിസ്റ്റൻറ്റ് ന്യൂസെല്ലസിനെ കാണാൻ പറ്റും. അതായത് ന്യൂസെല്ലസ് ടിഷ്യൂ കുറച്ച് വീണ്ടും അവിടെ റിമൈൻ ചെയ്യുന്നു. അതിനെയാണ് പെരിസ്പേം എന്ന് വിളിക്കുന്നത്. പേഴ്സിസ്റ്റൻറ്റ് ന്യൂസെല്ലസ് ആണ് പെരിസ്പേം. ഇനി സീഡ്സിനെ നമുക്ക് എൻഡോസ്പേം റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ എൻഡോസ്പേം റീറ്റെയിൻ ചെയ്യുന്നില്ലേ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആൽബുമിനസ് സീഡ്സും നോൺ ആൽബുമിനസും. ആൽബുമിനസ് സീഡ്സിൽ സീഡ് മെച്യൂർ ആവുമ്പോഴും കുറച്ച് എൻഡോസ്പേം ബാക്കിയുണ്ടായിരിക്കും. അതിനെയാണ് ആൽബുമിനസ് സീഡ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് വെച്ചാൽ എംബ്രിയോയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എൻഡോസ്പേം മുഴുവൻ യൂസ് ചെയ്തു. ഇനി എൻഡോസ്പേം ഒന്നും ബാക്കിയില്ല. അങ്ങനെയുള്ള സീഡ്സ് ആണ് നോൺ ആൽബുമിനസ് സീഡ്സ്. ഇനി ഈ സീഡ് ജെർമിനേറ്റ് ചെയ്ത് ഒരു തൈയായിട്ട് മാറണം. പിന്നെ ആ തൈ അതിൻ്റെ ലീഫൊക്കെ ഫോട്ടോസിന്തസിസിന് കേപ്പബിൾ ആവുന്നത് വരെ ആ പ്ലാന്റിനുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കോട്ടിലിഡൻസ് ആണ്. കാരണം ഈ കോട്ടിലിഡൻസിനകത്തിൽ ഒരുപാട് റിസർവ് ഫുഡുണ്ട്. അപ്പോൾ സീഡ് ഈ പ്ലാന്റ് വളർന്നിട്ട് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിയുന്ന സ്റ്റേജ് എത്തുന്നത് വരെ ആ തൈക്ക് ആവശ്യമായ ഫുഡ് കൊടുക്കുന്നത് കോട്ടിലിഡൻസ് ആണ്. അടുത്തത് ഫ്രൂട്ട്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഓവറിയുടെ വോള് ഫ്രൂട്ട് വോളായിട്ട് മാറും. അതാണ് പെരികാർപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി പെരികാർപ്പിന് തന്നെ 3 ലെയർ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ്. ഈ പെരികാർപ്പ് ചില ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലഷി ആയിരിക്കും. അതാണ് നമ്മൾ കഴിക്കുന്ന ഫ്ലഷി ആയിട്ടുള്ള മാങ്ങ പോലെയൊക്കെയുള്ള ഫ്രൂട്ട്സ്. ഇനി ചിലത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കും. അതായത് പെരികാർപ്പ് ഡ്രൈ ആയിരിക്കും മെച്ചുവർ ആകുമ്പോൾ. അതാണ് കോക്കനട്ടൊക്കെ. 3 ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ട്രൂ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട്, അതുപോലെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെങ്കിൽ അതിനെ ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. ഇനി ഓവറി അല്ലാതെ മറ്റ് പാർട്സ്, ഫ്ലവറിൻ്റെ തലാമസ് പോലെയുള്ള മറ്റ് പാർട്സ് ആണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെങ്കിൽ അതിനെ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ. ഇതുകൂടാതെ മൂന്നാമതൊരു ടൈപ്പ് ഫ്രൂട്ട്സും കൂടെ ഉണ്ട്. അതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഇതായത് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ ഫ്രൂട്ടും സീഡും ഒക്കെ ഫോം ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട്സും സീഡും ഫോം ചെയ്യുന്നതിനെയാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ബനാന, അതുപോലെ സീഡ്ലെസ് ഗ്രേപ്സ് ഒക്കെ. ഇത് നമുക്ക് കൂടുതലും ഫുഡ് ഇൻഡസ്ട്രി, അഗ്രികൾച്ചറിലൊക്കെ വളരെ നല്ലതാണ്. കാരണം സീഡില്ലാത്ത ഇത് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടമല്ലേ. അടുത്തതാണ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ സീഡ് ഫോം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആയിരുന്നു സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഫോം ചെയ്യുന്നതിനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് അപ്പോമിക്സിസ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ സീഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി അപ്പോമിക്സിസ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? ഇത് മെയിനായിട്ട് 2 രീതിയിലാണ് നടക്കുന്നത്. അതായത് മെഗാസ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡ് ആണ്. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടക്കുന്നില്ല. മിയോസിസ് നടക്കാതെ മെഗാസ്പോർ മദർ സെല്ല് ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നു. എന്നിട്ട് അതിൽ നിന്ന് സീഡ് ഫോം ചെയ്യുന്നു. ഇതാണ് ഒരു മെത്തേഡ്. അതായത് മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടത്താതെ ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ന്യൂസെല്ലാർ ഡെവലപ്മെൻറ്റ്. അതായത് ന്യൂസെല്ലസ് നമുക്കറിയാമല്ലോ, എംബ്രിയോസാക്കിൻ്റെ ചുറ്റിനും ഇരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസിലെ ചില സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് എംബ്രിയോസാക്കിൻ്റെ അകത്തേക്ക് കയറി എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ന്യൂസെല്ലാർ പോളി എംബ്രിയോണി. ഇങ്ങനെ അപ്പോമിക്സിസ് 2 രീതിയിലാണ് നടക്കുന്നത്. ഇനി അടുത്തതാണ് പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എംബ്രിയോസ്. സാധാരണ ഒരു സീഡിൽ ഒരു എംബ്രിയോ ആണ് കാണപ്പെടുന്നത്. എന്നാൽ ഒരു സീഡിൽ തന്നെ ഒന്നിലധികം എംബ്രിയോ കാണപ്പെടുന്ന കണ്ടീഷനാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളി എംബ്രിയോണി അപ്പോമിക്സിസ് ഫ്രൂട്ട്സിലാണ് കാണപ്പെടുന്നത്. അപ്പോമിക്സിസ് വഴി ഉണ്ടായ ഫ്രൂട്ട്സിലാണ് പോളി എംബ്രിയോണി കാണപ്പെടുന്നത്. കാരണം ഇതിനകത്ത് ഈ ന്യൂസെല്ലസിൻ്റെ സെൽസ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എംബ്രിയോ സാക്കിലേക്ക് കയറി എംബ്രിയോ ആയിട്ട് വളരുകയാണ്. അപ്പോൾ ഒന്നായിരിക്കില്ല, ഒന്നിലധികം എംബ്രിയോസ് ആയിട്ടായിരിക്കും ഇത് വളരുന്നത്. അതിനെയാണ് പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ കുറച്ച് സിട്രസ് പ്ലാന്റ്സും ചില മാംഗോ വെറൈറ്റീസും ആണ്. അപ്പോൾ ഇങ്ങനെ അപ്പോമിക്സിസ് വഴി നമ്മൾ കൂടുതൽ പ്ലാന്റ്സിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറിലും ഫുഡ് ഇൻഡസ്ട്രിയിലും ഒക്കെ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ ഒറ്റ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പുള്ള ക്ലാസ്സസിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തവർ ആ വീഡിയോസ് കണ്ടാൽ മതി. സോ ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.